നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു നൂഡിൽസ് വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ മാഗി നൂഡിൽസൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഈ ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നൂഡിൽസ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു രീതി കൂടി ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നൂഡിൽസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കളർ വേണമെന്നാണെങ്കിൽ ഒരിത്തിരി ഫുഡ് കളർ ഉപയോഗിക്കാം, അതില്ലെങ്കിൽ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പാകത്തിന് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഒത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കരുത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് നൂഡിൽസ് റോൾ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നല്ല സോഫ്റ്റായി വരുന്ന രീതിയിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അത്യാവശ്യം ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി അങ്ങ് കുഴച്ചെടുക്കുക ഒരു 5 മിനിറ്റ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായി വരുന്ന ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ ഇതൊന്ന് കവർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് ഈക്വലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, അതുപോലെ ഇത് ഉണക്കി എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു രീതിയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 എണ്ണമായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. ഏറ്റവും തിന്നായിട്ടുള്ളതോ അതല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ളതോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഇത്തിരി എണ്ണ തടവി ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം കുറച്ച് ഫ്ലോർ ഇതുപോലൊന്ന് വെതറി കൊടുത്തിട്ട് നമ്മൾ ഈ നൂഡിൽസ് ഇതിനകത്തോട്ടേക്കാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഉണക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഫ്ലോർ വെതറി നമ്മൾ ഇതിനകത്തോട്ടേക്ക് വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ ഡിവിഷൻ നമുക്ക് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടും നമ്മുടെ ആ ഇടിയപ്പത്തിൻ്റെ അച്ചിനെ നമ്മൾ ഇതുപോലെ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അങ്ങ് ചുറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകിൽ നിങ്ങൾ ഈ ഫ്ലോറിനകത്തോട്ടേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. 2 സൈഡിലോട്ടേക്ക് തിരിച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതുപോലൊന്ന് ലെങ്ത്തിലാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് വെതറി കൊടുത്താൽ മതി. വെതറി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക. വീണ്ടും മറ്റേ സൈഡും അതുപോലെ തന്നെ ഫ്ലോർ ഇട്ടിട്ടൊന്ന് വെതറി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എത്ര സൈസിലാണോ ആവശ്യമായിട്ടുള്ളത് ആ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഈ ഒരു ലെങ്ത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഫ്ലോർ വെതറി കൊടുക്കുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കിത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പേപ്പറിനകത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ വെച്ച് സൺലൈറ്റിൽ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ ഫ്ലാറ്റിലൊക്കെ നമ്മളെപ്പോലെ താമസിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ ഹാങ്ങറിനകത്തോട്ടൊന്ന് ഹാങ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതുപോലെ നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ട് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിലെത്തുമ്പോൾ ഒന്ന് കൈ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ആവശ്യമായിട്ടുള്ള 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. നമ്മൾ സാധാരണ മാഗി നൂഡിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അത് കുക്കായി കിട്ടില്ല, അതുപോലെ തന്നെയാണ് ഇതും 5 മിനിറ്റ് ആവശ്യമായിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുക. ഇതിപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നൂഡിൽസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിലോട്ടേക്ക് ഒരു ഇത്തിരി നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സവാളയും ജസ്റ്റ് ക്യാപ്സിക്കം മാത്രമേ ഇന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് മുട്ട വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതി കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു നൂഡിൽസ് വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കുന്നുണ്ടെന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂണിനടുത്ത് പിരിയാമുളക് പൊടിച്ചത് ചേർക്കാം.
അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഈ പൊടികളൊക്കെ ഒന്ന് നമ്മുടെ സവാളയും ക്യാപ്സിക്കം ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാനിപ്പോൾ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട അതിനകത്തോട്ട് ഒരിത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒരിത്തിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുട്ട നല്ലതുപോലെ നമ്മളൊന്ന് ചിക്കി എടുക്കുകയാണ് വേണ്ടത്. ശരിക്കും നന്നായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കും സവാളയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരിത്തിരി ചെറുനാരങ്ങയുടെ നീരോ അതല്ലെങ്കിൽ വിനാഗിരിയോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഉപയോഗിക്കാം. അതുപോലെ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ടൊമാറ്റോ സോസും ഒരിത്തിരി സോയാ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നൂഡിൽസ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി കിട്ടുക. ആ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ ഇത് ശരിക്കും നല്ലതുപോലെ കോട്ടായി കിട്ടും നമ്മുടെ സോസൊക്കെ ആയിട്ട്. അപ്പോൾ നൂഡിൽസ് ഫ്രഷ് ആയിട്ടുള്ള ഒരു നൂഡിൽസ് നമുക്ക് ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉടക്കാൻ ഇട്ടിട്ടുള്ള നൂഡിൽസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ശരിക്കും ഒരു 4-5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ശരിക്കും തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് നന്നായി ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും ഇത് ഇനി നമ്മൾ ഒന്നുകിൽ കവറിനകത്ത് ഇട്ടിട്ട് സൂക്ഷിക്കുക. എന്തെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള അതിനകത്ത് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കവർ, ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഒത്തിരി നാൾ നമുക്കിത് സൂക്ഷിക്കാം കേട്ടോ. ഒട്ടും കേടുവരാതെ ഇതുപോലെ തന്നെ നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം 1 മാസത്തോളമൊക്കെ നമ്മൾ ശരിക്കും കുറേ മാസം സൂക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാനൊരു 3-4 ആഴ്ച വരെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത് കൂടി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കാരണം ഇത് പെർഫെക്റ്റ് ആവുന്നുണ്ടോ എന്തായാലും എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വെള്ളത്തിനകത്തോട്ടേക്ക് ഒരു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉണക്കി എടുത്തിട്ടുള്ള നൂഡിൽസിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതൊരു 5 മിനിറ്റിൽ കുക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ. ഒരു 6-7 മിനിറ്റെങ്കിലും ഇത് അധികം എടുക്കുന്നുണ്ട് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ ഒരു ഇത്തിരി സമയം കൂടുതലെടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ കണ്ടില്ല നല്ല സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇത്തിരി സമയം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു നൂഡിൽസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് മുട്ടയും സവാളയും വെച്ചൊന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ശരിക്കും നല്ല സിമ്പിളാണ്. നമുക്കിതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കുകയും ചെയ്യാം. ഒത്തിരി കവറിനകത്താക്കിയിട്ട് നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.